ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? കാക്കയാൽ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാക്കയാൽ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ, മാറയി മധുരമായി തീർത്തവൻ. മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ, മാറയി മധുരമായി തീർത്തവൻ. മാറാത്തവൻ, ചിറകിൽ മറയ്ക്കുന്നവൻ, മഹത്വത്തിൽ എന്നെ ചേർത്തവൻ.
A very good evening to one and all. Thank you, Ms. Nancy, for this very prayerful rendition. It is a very huge privilege and honor for us to be here this day. This journey of being awarded the NABH ED Excellence was one with lots of ups and downs, and there have been a very indispensable role by many a staff member, both previous and current, in this huge achievement for us. We proudly state that Believers is right now one of the very few handful of institutions in the entire state that has been certified NABH ED Excellence. To take you all through this journey of starting from just a small speck to reaching one of the highest standards in emergency medicine care in the entire state, I now invite our pioneer head of the department and currently the CEO of Believers Church Medical Center, Koni, and head of IP services, Believers Church Medical College Hospital, Dr. Jiju Joseph, who will now take you through this journey of ours. Good evening all. Thank you, Jeffy, for the introduction. മലയാളത്തിൽ പറയാമല്ലേ, ഇനി കുറേ സമയം ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക, അത് കേൾക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരുവിധം മലയാളം അറിയാം, കുറച്ച് പേര് ഞാൻ മിക്സ് ചെയ്യാം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആർക്കെങ്കിലും BI10 എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? BI10 എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? പഴയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കേണ്ടതാണ്. എന്താ ഒന്ന് പറയൂ? ബെസ്റ്റ് ഇൻ ഇന്ത്യ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ ഡയറക്ടർ സാറിൻ്റെ ഒരു ഡ്രീമായിരുന്നു നമ്മുടെ ഹോസ്പിറ്റലിലെ ബെസ്റ്റ് ഇൻ ഇന്ത്യ ആക്കുക എന്നുള്ളത്. പ്രൗഡ്ലി നൗ വി ആർ ബെസ്റ്റ് ഇൻ ഇന്ത്യ ഒഫീഷ്യലി. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിന് കൊടുക്കുന്ന എക്സലൻസ്, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എക്സലൻസ് പറയുന്നത് വളരെ ചുരുങ്ങിയ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്സിന് മാത്രമേ ഇന്ന് ഇന്ത്യയിലുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡയറക്ടർ ജോർജ് ആൻഡേഴ്സൻ്റെ ഡ്രീമായ ബെസ്റ്റ് ഇൻ ഇന്ത്യ നമ്മൾ അറ്റൈൻ ചെയ്തൊരു ദിവസമാണത്. അപ്പോൾ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡ്രീംസ്. അപ്പോൾ നമ്മളത് എത്തിയിരിക്കുന്നു. അപ്പോൾ ഒരുപാട് യാത്രകളിലൂടെയാണ് അതൊക്കെ നമ്മൾ അറ്റൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയുന്ന ഓരോ മൈൽ സ്റ്റോൺസ് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ജെഫിയും ഷെമ്മിയും എല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ 1 by 1 ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പോൾ ഇവല്യൂഷനാണ് പറയാൻ പറഞ്ഞത്. ഇപ്പോൾ ജോർജ് ആൻഡ് സാറും സിജോച്ചനാണ് ആദ്യമായിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്നത് ഇവിടെ വരുന്ന സമയത്ത്. അപ്പോൾ സാറിനറിയാലോ, വന്ന ഉടനെ തന്നെ നമ്മളെ ഫ്ലാറ്റായി. സാറിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളും വളരെ വെൽക്കമിങ് ആയിട്ട് വന്നു. പിന്നെ വേറെ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ വന്നു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആസ്റ്ററിലായിരുന്നു, അവിടെ നിന്നിരുന്നു ഇങ്ങോട്ട് വരുന്നത്. തുടക്കം ഇത് നമ്മുടെ ഒരു കാഷ്വാലിറ്റി ആയിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു വി നീഡ് ടു ബി ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ബെസ്റ്റ് ഇൻ ഇന്ത്യ എന്നല്ല എന്നോട് പറഞ്ഞത്, ബെസ്റ്റ് ഇൻ ദ വേൾഡ്. അപ്പോൾ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആക്കാൻ ഞാൻ പറഞ്ഞു സാറേ അത് അത്ര എളുപ്പമല്ല. അപ്പോൾ ജിജു യു ഹാവ് ദ ഫുൾ ഹാൻഡ്, ഫ്രീ ഹാൻഡ്. അങ്ങനെ അന്നും ഇന്നും സാർ ഇതുവരെ എൻ്റെ കൈ കെട്ടിയിട്ടില്ല. ഒരു കംപ്ലീറ്റ് ഫ്രീ ഹാൻഡ് ആയിരുന്നു. അപ്പോൾ തുടക്കത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നു പോയെന്നേ ഉള്ളൂ. അതിനുള്ളിൽ എനിക്ക് വരാൻ വീണ്ടും ഒരു 3 മാസം 4 മാസം സമയമുണ്ടായിരുന്നു. കാരണം ആസ്റ്ററിന് റിലീവ് ചെയ്യാൻ വേണ്ടി 3 മാസത്തായിരുന്നു പീരീഡ് ഓഫ് ടൈം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഡോക്ടർ ഷെമ്മി, ഡോക്ടർ വിശാൽ വന്നത്. അങ്ങനെ ഡോക്ടർ ഷെമ്മി ആൻഡ് ഡോക്ടർ വിശാലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിങ് ഓഫ് ദ എമർജൻസി. അപ്പോൾ അന്ന് നമുക്കിത്രയും വളരെ എളുപ്പത്തിൽ എമർജൻസി ഫിസിഷ്യൻസിനെ അല്ലെങ്കിൽ അത്രയും പെട്ടെന്നൊന്നും എമർജൻസി ഫിസിഷ്യനെ കിട്ടുന്നൊരു സമയമായിരുന്നില്ല. അത് വളരെ ടൈറ്റായിരുന്നു. മാത്രമല്ല നമ്മുടെ ടീമിന് പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കോൺസെപ്റ്റ്സിനും നമ്മുടെ ഐഡിയാസിന് പറ്റിയ ആളുകൾ തന്നെ വേണമെന്ന് സാറിന് നിർബന്ധമായിരുന്നു. അപ്പോൾ ആ ഐഡിയാസ് കിട്ടുന്നത് അത്ര എളുപ്പമല്ലായിരുന്നു. ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലും നമ്മുടെ ഒരു വലിയ ടീം വരാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നു. എത്ര സമയമെന്നറിയോ? ഒരു വർഷം ഡോക്ടർ ഷെമ്മി ആൻഡ് ഡോക്ടർ വിശാൽ മാത്രം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് റൺ ചെയ്തുകൊണ്ടിരുന്നു. 1 whole year 365 days വിത്തൗട്ട് എ ലീവ്. ഒരു എമർജൻസി ഫിസിഷ്യൻ ഇല്ലാത്ത ഒരു ഡ്യൂട്ടി പോലും ബിലീവേഴ്സിൽ അന്നും ഇല്ല, ഇന്നും ഇല്ല. എമർജൻസി ഫിസിഷ്യൻ കൺസൾട്ടൻ്റ് ഇല്ലാത്ത ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും നമുക്കിവിടെ ഉണ്ടാവില്ല.
അങ്ങനെ വളരെ വളരെ അപൂർവം ആശുപത്രികളിൽ ഇന്ന് ഇന്ത്യയിലുള്ളൂ. പിന്നെയായിരുന്നു നമ്മുടെ ഡോക്ടർ സബിൻ, മനോജ്, വിശാൽ നമുക്ക് ജോയിൻ ചെയ്തു. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് യാത്രകൾ തുടങ്ങി. ഒരു ഇൻ്റർനാഷണൽ ടൈപ്പ് എപ്പോഴും നമ്മുടെ ഒരു ഡ്രീമായിരുന്നു. ഇൻ്റർനാഷണൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മറ്റ് യൂണിവേഴ്സിറ്റീസായിട്ടുള്ള ടൈപ്പ്. അത് പല യൂണിവേഴ്സിറ്റീസായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിലേറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി തന്നെ നമ്മളെല്ലാവരും ട്രെയിൻഡായ ജോർജ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റി, വാഷിങ്ടൺ DC-യിൽ, US-ലെ ജോർജ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റി DC, ആദ്യമായിട്ട് അതായത് ഇൻസ്പെക്ഷൻ പോലും ഇല്ലാതെ നമ്മുടെ ഹോസ്പിറ്റൽ നെയിമും നമ്മുടെ ഡീറ്റെയിൽസും പറഞ്ഞ സമയത്ത് ഇൻസ്പെക്ഷൻ പോലും ഇല്ലാതെ നമുക്ക് ജോർജ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയുടെ PG പ്രോഗ്രാം തരാനുള്ള അക്രഡിറ്റേഷൻ തന്നു. അത് നമുക്ക് 2017 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 2 വർഷത്തിനുള്ളിൽ നമുക്ക് ജോർജ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള PG പ്രോഗ്രാം ട്രെയിനിങ്ങിനുള്ള അക്രഡിറ്റേഷൻ കിട്ടി. തുടക്കത്തിലൊക്കെ നമുക്ക് പേഷ്യൻസ് പറഞ്ഞ പോലെ ഒരുപാട് സംശയങ്ങളുണ്ട് ആളുകൾക്ക്. ഇവിടേക്ക് നമ്മുടെ റിമോട്ട് ഏരിയ, റോഡിൻ്റെ ആക്സസിബിലിറ്റി, അന്ന് ഈ കാണുന്ന പോലെ അത്രയും ഒരു ഈസി റോഡ്സ് അല്ലായിരുന്നു. ഒരുപാട് റോഡ്സിലൊക്കെ ഒരുപാട് ഗട്ടേഴ്സും കുഴികളും ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ആളുകൾക്ക് ഇവിടെ എത്തിപ്പെടാൻ. അപ്പോൾ ആക്സിഡൻറ്റ്സ് കേസസ് ഇങ്ങോട്ട് വരുമോ, ട്രോമ കേസസ് ഇങ്ങോട്ട് വരുമോ, നമ്മൾ ഇത്രയും അത്ര ഒരു ഫെസിലിറ്റി ഉണ്ടാവുമോ എന്നൊക്കെയായിരുന്നു അന്നത്തെ കൺസേൺ. ഇന്ന് നിങ്ങൾക്കറിയാം പല സമയങ്ങളിലും വളരെ വിഷമത്തോടു കൂടിയാണെങ്കിൽ പോലും നമുക്ക് പേഷ്യൻസിന് കൊടുക്കാൻ ICU ബെഡ് ഇല്ലാതെ നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് നമുക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തുടങ്ങി. ജോർജ് വാഷിങ്ടൻ്റെ അക്രഡിറ്റേഷൻ നമുക്ക് കിട്ടി. ഇന്ന് കേരളത്തിൽ ആകെ 2 സ്ഥലത്തേ ഉള്ളൂ ജോർജ് വാഷിങ്ടൻ്റെ അക്രഡിറ്റേഷനുള്ള ഹോസ്പിറ്റലുകൾ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇപ്പോൾ നമ്മൾ പറയുന്ന കോർപ്പറേറ്റ് സെക്ടേഴ്സിലുള്ള ഹോസ്പിറ്റൽസ് മാത്രമേ ഇന്ന് ജോർജ് വാഷിങ്ടൻ്റെ അംഗീകാരമുള്ളൂ. US-ൽ മെഡിക്കൽ സയൻസിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് US-ൽ ചെയ്യുന്നോ അതേ കാര്യങ്ങൾ ചെയ്യാൻ നമുക്കിവിടെ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ ഇന്ന് സാധിക്കുന്നുണ്ട്. നമ്മുടെ പല കാര്യത്തിലും നമ്മൾ US-നേക്കാളും യൂറോപ്യൻ രാജ്യക്കാളും പുറകിലാണെങ്കിലും ഇന്ന് US-ൽ നടക്കുന്ന അതേ ചികിത്സാ രീതികളും അതേ പ്രോട്ടോക്കോൾസും ഗൈഡ് ലൈൻസും വെച്ചുകൊണ്ട് നമുക്ക് ഇന്നിവിടെ ജനങ്ങളെ ശുശ്രൂഷിക്കാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു ദിവസം ഏകദേശം ഒരു 30 പേഷ്യൻ്റ് 40 പേഷ്യൻ്റ് വന്നിരുന്ന സ്ഥലത്ത് ഇന്ന് നമുക്ക് ഏകദേശം 100-140 പേഷ്യൻ്റ് വരുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ സ്ലോ ആയി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വളർന്നുകൊണ്ടിരുന്നു. ഒരുപാട് സ്റ്റാഫും ആളുകളൊക്കെ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് നമ്മുടെ NABH വന്നത്. ഹോൾ ഹോസ്പിറ്റൽ NABHൻ്റെ പുറകിലായിരുന്നു. അതേപോലെ തന്നെ ADയും NABHന് വേണ്ടി പരിശ്രമിച്ച് NABH കിട്ടി. നമ്മുടെ നഴ്സിംഗ് എക്സലൻസ് വേറൊരു നമ്മുടെ ഇന്ത്യയിലെ നമ്പർ 1 ആയ വേറൊരു കാര്യമാണ് നമ്മുടെ നഴ്സിംഗ് എക്സലൻസ്. നമ്മൾ അതിലും കിട്ടി. പിന്നെ സ്ലോ ആയി നമ്മുടെ കൺസൾട്ടൻസ് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വന്നുകൊണ്ടിരുന്നു. പല കൺസൾട്ടൻസും അടുത്ത ഹയർ എഡ്യൂക്കേഷന് വേണ്ടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഹയർ എഡ്യൂക്കേഷന് വേണ്ടി നമ്മുടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ പറയാം, എല്ലാവരും UK-ൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പോയിട്ടാണുള്ളത്. എല്ലാവരും പോകുന്നതിന് മുമ്പ് തിരിച്ചു വരും എന്നൊരു പ്രോമിസായിട്ടാണ് നമ്മുടെ അടുത്തുനിന്ന് പോയിട്ടുള്ളത്. അതൊക്കെ സ്ലോ ആയിട്ട് നമുക്ക് പിന്നീട് ഡിപ്പാർട്ട്മെൻറ്റിൽ പുതിയ കൺസൾട്ടൻസ്, അതായത് ഞാൻ പറഞ്ഞു വന്നത് 2 കൺസൾട്ടൻസിൽ തുടങ്ങി നമ്മളിന്ന് ഏകദേശം 10 പേരുള്ള കൺസൾട്ടൻറ്റ് ഗ്രൂപ്പ്സും ഏകദേശം 100ഓളം വരുന്ന സ്റ്റാഫുകളും 30ഓളം റെസിഡൻസും എമർജൻസി മെഡിസിൻ ട്രെയിനിങ്ങിലുള്ള റെസിഡൻസും അടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പായി ഇന്ന് നമ്മുടെ എമർജൻസി ഏകദേശം പറഞ്ഞ പോലെ ഒരു 140-150 പേരുള്ള ഒരു വലിയ ഫാമിലിയാണ് ഇന്ന് എമർജൻസി. തുടങ്ങുമ്പോൾ വെറും 35 പേര് മാത്രമായിട്ടുണ്ടായിരുന്ന എമർജൻസി ഇന്ന് ഏകദേശം 140 പേരുള്ള എമർജൻസിയാണ്. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ 55% to 60% IP, അതായത് പേഷ്യൻ്റ് അഡ്മിറ്റ് ആവുന്നത് എമർജൻസി ത്രൂ ആണ്. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഒരു സിമ്പിൾ കാര്യമല്ല. ഏകദേശം 45-50-60 പേഷ്യൻസ് ഒരു ദിവസം എമർജൻസിയിലൂടെ അഡ്മിറ്റായി പോകുന്നുണ്ട്. ഒരു ടേർഷ്യറി കെയർ സെൻറ്റർ
അല്ലെങ്കിൽ അതിലപ്പുറം ഒരു കോട്ടനറി കെയർ സെൻ്ററായിട്ട് നമ്മൾ അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എമർജൻസിൻ്റെ ജേണി എന്ന് പറയുന്നതിൽ ഓരോ നമ്മുടെ സ്റ്റാഫുകൾക്കും ഡോക്ടേഴ്സിനും ഒരു എറർ പോലും സംഭവിക്കാതെ നമ്മളെ മുന്നോട്ട് വന്നതിൽ ഒരുപാട് റോൾസ് ഉണ്ട്. അടുത്ത കാലങ്ങളിലായിട്ട് നമ്മൾ പല അപകടങ്ങളും ഇൻസിഡൻസും എല്ലാം കേൾക്കുന്നുണ്ട്. ഏതൊരു അപകടത്തെ നേരിടാനുള്ള സജ്ജമായിട്ടുള്ള നമ്മുടെ ഒരു വലിയ എമർജൻസി ടീം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് നമ്മൾ നയിക്കുന്ന ഡോക്ടർ ലൈലു മാഡം, നമ്മുടെ കറണ്ട് HOD, നമ്മുടെ എമർജൻസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഡോക്ടർ ഷെമ്മി, നമ്മുടെ മറ്റ് കൺസൾട്ടൻസ് ഡോക്ടർ ജോബിൻ, അഞ്ജു, സന, വിഷ്ണു, ജെഫി, അനുപ, സിൻസി. എല്ലാവരും മുഖം കാണുമ്പോൾ കുഴപ്പമില്ല, എനിക്ക് പേര് മറന്നു പോകും. അതുകൊണ്ടാണ് ഞാനിതെല്ലാം എഴുതി വെച്ചത് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ എന്തായാലും എല്ലാവരും ഞാൻ അങ്ങോട്ട് സ്റ്റേജിലേക്ക് വിളിക്കാം, ഒരു 2 മിനിറ്റ് കൂടി. എല്ലാവരും ഒരുമിച്ച് കാണുന്നൊരവസ്ഥ നമുക്ക് വളരെ വളരെ അപൂർവമാണ്. എമർജൻസിക്കാരെ എല്ലാവരും ഒരുമിച്ച് കാണുമെന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ ഒരാൾ ലീവ് എടുത്ത് പോയി കഴിഞ്ഞാലും നമ്മൾ ആരെങ്കിലും ഒരാൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പോഴും എനിക്കൊന്ന് ജോബിന് അങ്ങോട്ട് പോയി തോന്നുന്നു ഡ്യൂട്ടിയിൽ. അപ്പോൾ ഒരാൾ അവിടെ ഇല്ലാതെ, ജോബിന് അവിടെ ഉണ്ട്, ഓക്കെ, ഒരാൾ ഡ്യൂട്ടിയിലില്ലാതെ നമുക്ക് പോസിബിളല്ല എമർജൻസി നയിക്കാൻ വേണ്ടി. ഇതേപോലെ തന്നെ എമർജൻസിയിലൊരു പവർഫുൾ ഗ്രൂപ്പാണ് നമ്മുടെ നഴ്സസ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു പോകുന്നത് മുഴുവൻ മിനിറ്റുകൾക്കുള്ളിൽ, സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്തു തീർക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. എമർജൻസിയിലെ നഴ്സിംഗ് ജോബ് ഒട്ടും എളുപ്പമുള്ളൊരു ജോബല്ല. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്ന പേഷ്യൻ്റ് മിക്കവാറും വളരെ സിക്കായുള്ള പേഷ്യൻസാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കിട്ടുന്ന പേഷ്യൻ്റ് ആദ്യം ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ, ഇത് മരിക്കാൻ സാധ്യതയുള്ള കണ്ടീഷൻ ആദ്യം തിരിച്ചറിയുക, അതിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഡയഗ്നോസ് ചെയ്യാൻ 1 മിനിറ്റോ 2 മിനിറ്റോ സമയം ഉണ്ടാവുള്ളൂ. ഒരു ചെസ്റ്റിൽ ഒരു ടെൻഷൻ ന്യൂമോതൊറാക്സ് ആയി കിടക്കുന്ന പേഷ്യൻറ്റിന് ഒന്നും ചെയ്തില്ലെങ്കിൽ അടുത്ത 3 മിനിറ്റിലോ 5 മിനിറ്റിലോ പേഷ്യൻ്റ് മരിച്ചു പോകും. നേരെ മറിച്ച് ഒരു സൂചി വെച്ച് നെഞ്ചിലൊരു കുത്തു കുത്തിയാൽ ആ പേഷ്യൻ്റ് ജീവിക്കും, നിത്യമായി ജീവിക്കും. അപ്പോൾ ആ ഒരു ഡിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഷോക്കിൽ, അതായത് BP വളരെ കുറഞ്ഞു പോയി, ശ്വാസം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു പേഷ്യൻറ്റിന് അപ്പോൾ വേണ്ട മരുന്നുകൾ കൊടുത്തില്ലെങ്കിൽ ഈ പേഷ്യൻ്റ് അടുത്ത 3 മിനിറ്റിലോ 5 മിനിറ്റിലോ മരിച്ചു പോകും. അപ്പോൾ ആ ഡോക്ടർ എഴുതി പോകുന്നേ ഉള്ളൂ, അത് കൊടുക്കുന്ന സ്പീഡ് കുറഞ്ഞു പോയാൽ പേഷ്യൻ്റ് തീർച്ചയായിട്ടും മരിക്കും. അപ്പോൾ വലിയൊരു റോളാണ് നമ്മുടെ സിസ്റ്റർ ശ്രീജയുടെ അണ്ടറിലുള്ള എമർജൻസി നഴ്സിംഗ് ടീം വഹിക്കുന്നത്. അപ്പോൾ ഇതിലും പുറമെ നമ്മൾ പറയാത്ത ഒരുപാട് അറ്റൻഡേഴ്സ്, ക്ലിനിക്കൽ സ്റ്റാഫ്സ്, കോർഡിനേറ്റേഴ്സ്, സെക്യൂരിറ്റീസ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, സപ്പോർട്ട് ചെയ്യുന്ന എൻജിനീയറിംഗ്, ബയോമെഡിക്കൽ. നമ്മൾ വിചാരിക്കുന്നതൊക്കെ വളരെ സിമ്പിളാണ്. ഒരു മെഷീൻ ചിലപ്പോൾ എടുത്ത് ഒരു ഷോക്ക് കൊടുക്കാൻ പോകുന്ന സമയത്ത് മെഷീൻ വർക്ക് ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞ്, ആ എടുത്ത് നോക്കുന്ന സമയത്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ എല്ലാം തീർന്നു. വെൻറ്റിലേറ്ററിൽ കണക്ട് ചെയ്യാൻ വെൻറ്റിലേറ്റർ ഓൺ ചെയ്യുമ്പോഴേക്കും വെൻറ്റിലേറ്റർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് പോയി. അപ്പോൾ എല്ലാ സിസ്റ്റവും ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ എമർജൻസി അത്രയും സ്ട്രോങ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ഡോക്ടറിനോ ഒരു നഴ്സിനോ ഒരു സ്റ്റാഫിനോ മാത്രം റൺ ചെയ്യാൻ പറ്റുന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല അത്. വലിയൊരു ഹ്യൂജ് ഡിപ്പാർട്ട്മെൻറ്റാണ് എമർജൻസി. ഡോക്ടർ ലൈലു, ക്യാൻ ഐ ഇൻവൈറ്റ് ഓൾ ഓഫ് യു ടു കം ടു സ്റ്റേജ്? എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി. നമ്മുടെ ഇപ്പോഴത്തെ ഫുൾ സ്ട്രെങ്ത് ഉണ്ടാവില്ല, കുറേ പേര് ലീവ് ഉണ്ടാവും, കുറേ പേര് കാര്യം ഉണ്ടാവും. ഷെമി, ഡോക്ടർ ലൈലു, പ്ലീസ് എല്ലാവരും, ടീം എമർജൻസി എല്ലാവരും ഒന്ന് സ്റ്റേജിലോട്ട് വന്നാൽ. പ്ലീസ് എമർജൻസിയിലുള്ള എല്ലാവരും മടി കൂടാതെ മുന്നോട്ട് വരിക പ്ലീസ്. സ്റ്റാഫ്, ശ്രീജ സിസ്റ്റർ, ജെസ്സി സിസ്റ്റർ പ്ലീസ്. നമ്മുടെ എല്ലാമായ മാനേജറാണ് ജെസ്സി സിസ്റ്റർ. ഹോൾ ഹോസ്പിറ്റലിലെ DNO ആണെങ്കിലും നമ്മുടെ ഒരു പേഴ്സണൽ അഹങ്കാരമാണ്. എല്ലാവരും പ്ലീസ്, എല്ലാവരും റെസിഡൻസ് പ്ലീസ്, സ്റ്റേജിൽ സ്ഥലം തിരഞ്ഞില്ലേ നമ്മൾ താഴെ നിൽക്കും. ആർക്കും തോന്നരുത് ഈ ഒരു അവസരത്തിൽ എല്ലാവരും
നമ്മുടെ എല്ലാവരും കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് എല്ലാവരും വിളിക്കുന്നത്. ഇനിയില്ലേ, നമ്മുടെ കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ലേജു വാ, ലേജു വാ, എല്ലാവരും പ്ലീസ്. ഇനി കുറേ പേര് ഡ്യൂട്ടിയിലാണ്. അപ്പോൾ വളരെ വളരെ ഫ്രം മൈ ഹാർട്ട് ആൻഡ് ഫ്രം ഓൾ ഓഫ് us, നമ്മൾ ആരും എമർജൻസി തൊടാത്ത ആരും ഉണ്ടാവില്ല. ഇന്നോ അല്ലെങ്കിൽ നാളെയോ നമ്മുടെ വളരെ നിയർ ആൻഡ് ഡിയർ പീപ്പിൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് എമർജൻസിയിൽ വരും. ഹെൽപ്പിംഗ് അവരെ എന്താ പറയുക, ഒരു ഗ്രേറ്റ് താങ്ക്സ് ഫോർ ടച്ചിങ് ദ ലൈഫ്സ്. താങ്ക് യു സോ മച്ച് ടീം എമർജൻസി. ശരിക്കും പറഞ്ഞാൽ എഴുന്നേറ്റൊന്ന് കൈ കൊടുക്കേണ്ടതാണ് കേട്ടോ, എല്ലാവരും ഇരുന്ന്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബിഗ് ജോബ്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിലെ നമ്മളെ നമ്പർ 1 എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മാറിയിട്ടാണുള്ളത്. അതിൽ എല്ലാവർക്കും ശരിക്കും അഭിമാനമാണ്. ഒരുപാട് ജീവനുകളെ നമ്മൾ രക്ഷപ്പെടുത്തി, ഇനിയും ഒരുപാട് ജീവനുകളെ നമ്മൾ രക്ഷപ്പെടുത്താനിരിക്കുന്നു. പ്രസൻറ്റ് കൺസൾട്ടൻസ്, നമ്മുടെ ഇനി വരാൻ പോകുന്ന റെസിഡൻസ്. അപ്പോൾ 1000 ജീവനുകൾ നമ്മുടെ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ സെൻറ്റർ വഴി, മെഡിക്കൽ കോളേജ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ദ ഹോൾ ടീം, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ബോറടിച്ചോ? അടിച്ചു. നമ്മളിനി പറയാൻ പോകുന്ന വേറൊരു വലിയ കാര്യം കൂടിയുണ്ട്. ഡിസാസ്റ്ററിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടോ? ഡിസാസ്റ്റർ അല്ലേ? പ്രളയം, ഭൂമി കുലുക്കം, പൊട്ടിത്തെറികൾ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും. ഈ പല കാര്യത്തിലും നമ്മുടെ നാട് ഇന്ന് രക്ഷപ്പെട്ടു പോകുന്നത് നമ്മുടെ നാട്ടുകാരുടെ പൂർണ്ണ സഹകരണം കൊണ്ടാണ്. ഡിസാസ്റ്റർ ഇന്നും നമുക്കെല്ലാവർക്കും പല സ്ഥലങ്ങളിലും ഒരു ഗ്രേ ഏരിയയാണ് ഡിസാസ്റ്റർ. അടുത്ത് നമ്മുടെ വരാൻ പോകുന്ന ഒരു വലിയ ഇവൻറ്റ് എന്ന് പറയുന്നത് ഡിസാസ്റ്ററിനെ കുറിച്ചുള്ള ഒരു വലിയൊരു വർക്ക്ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. വലിയൊരു വർക്ക്ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു സെമിനാർ അല്ലെങ്കിൽ വലിയൊരു കോൺഫറൻസ് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നവംബറിലാണ് അത് തുടങ്ങുന്നത്. ഫസ്റ്റ് വരുന്നത് നമ്മൾ യുണൈറ്റഡ് 24 എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അതിൽ പങ്കെടുക്കാൻ പോകുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഏറ്റവും ഫസ്റ്റിൽ നിൽക്കുന്ന ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയാണ്. നമ്മളായിട്ട് സഹകരിച്ച് ചെയ്യാൻ പോകുന്ന ജോൺ ഹോപ്കിൻസ്, വെയിൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ജോർജ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റി, എയിംസ് ഡൽഹി, നിംഹാൻസ്. അതിന് പുറമെ നമ്മളിപ്പോൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ഡിസാസ്റ്ററിലും ഫ്രണ്ടിലുണ്ടാവുന്ന NDRF ഗ്രൂപ്പ്. ആദ്യമായിട്ട് ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് ഗ്രൂപ്പ് ഒരുമിച്ച് ഒരു ഡിസാസ്റ്റർ വലിയൊരു വർക്ക്ഷോപ്പ് നമ്മൾ യുണൈറ്റഡ് 24 നമ്മൾ നവംബറിൽ നടത്താൻ പോവുകയാണ്. അതിനുശേഷം അതിന് വേറൊരു വലിയ കാര്യം, നമ്മുടെ ജോൺസൺ ഇടരമോൾ സാർ പറയുന്നത്, ആൻഡ് സാർ പറഞ്ഞ പ്രോമിസുമാണ്, WHO ഓൾസോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും, ഡോക്ടേഴ്സും നഴ്സസും പാരാമെഡിക്സും സാധാരണക്കാർ പോലും ഉൾപ്പെടുന്ന രീതിയിലാണ് ആ കോൺഫറൻസ് ഡിസൈഡ് ചെയ്യുന്നത്. അത് യുണൈറ്റഡ് 24 തുടക്കം മാത്രമാണ്. ഓരോ വർഷവും നമ്മളതിന് വരുന്ന മെമ്പേഴ്സും അല്ലെങ്കിൽ ട്രെയിനിങ്ങും കൂട്ടിക്കൊണ്ട് യുണൈറ്റഡ് 24 എന്നുള്ള യുണൈറ്റഡ് 25 ആവും, 26 ആവും, 27 ആവും. അങ്ങനെ ബിലീവേഴ്സ് ചർച്ച് വളരുന്നതനുസരിച്ച് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനും വളർന്നുകൊണ്ടിരിക്കും. മറ്റ് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസുള്ള ടൈപ്പ് നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. വെരി സൂൺ വെയിൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഇപ്പോൾ നമുക്ക് ജോർജ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റി നമ്മളിപ്പോൾ കണക്റ്റഡ് ആണ്. വെരി സൂൺ നമ്മൾ വെയിൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ സെൻറ്റർ കോന്നിയിൽ ഓൾറെഡി നമ്മുടെ ജോർജ് വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയുടെ റൂറൽ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞത് ഇപ്പം എനിക്ക് ഓർമ്മയിൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യാപകമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് പുറമെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യമേ സീനിൽ ഓടിയെത്താൻ നമ്മുടെ ആംബുലൻസുകളും നമ്മുടെ സെറ്റപ്പുകളും
ഇതുവരെ സജ്ജമായിട്ടില്ല. ഒരു അപകടം ഉണ്ടായ ഏകദേശം 20 മിനിറ്റെങ്കിലും നമ്മുടെ ആംബുലൻസ് അവിടെ എത്തിപ്പെടാൻ എടുക്കും. ഹോസ്പിറ്റലിനകത്തൊരു അപകടം ഉണ്ടായാൽ എത്ര സമയം കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നറിയോ? ഒരു രോഗി ഒരു കാർഡിയക് അറസ്റ്റ് വന്നു, നമ്മൾ എത്ര സമയം കൊണ്ട് റെസ്പോണ്ട് ചെയ്യുമെന്നറിയോ? ആർക്കെങ്കിലും അറിയോ? എല്ലാവരും ഹോസ്പിറ്റൽ ആളുകളല്ലേ. നമുക്കൊരു വലിയ കോഡ് ബ്ലൂ ടീമുണ്ട്. നമ്മുടെ നഴ്സസ് എല്ലാവരും BLS ട്രെയിൻഡാണ്. ആ BLS ട്രെയിനിങ്ങിന് വേണ്ടി നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു ഹോൾ ടീം 3 മിനിറ്റിനകത്ത് ഈ ഹോസ്പിറ്റൽ പരിസരത്ത് എവിടെ എത്തിയാലും, എവിടെ കോഡ് ബ്ലൂ വിളിച്ചാലും നമ്മുടെ ടീം എത്തും. നമ്മുടെ കോഡ് ബ്ലൂവിൻ്റെ റിവൈവൽ റേറ്റ് ഇന്ത്യയിലെ തന്നെ ഏകദേശം ബെസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഇനി കൂടുതൽ സമയം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവില്ല, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തീരുമില്ല. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മറന്നുപോയ ഒരാളുണ്ട്, നമ്മുടെ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോംസി. നമ്മളെപ്പോഴും ഏറ്റവും അടുത്ത ആൾക്കാരെ മറന്നുപോകും. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ ഒരുമിച്ച് നിന്ന് ഞാനും ഡോക്ടർ ജോംസിയൊക്കെ ഒരേ സമയമാണ് ഇവിടെ വരുന്നത്. ഇന്ന് ഡോക്ടർ ജോംസി നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ടാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്ന് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ആരും വ്യത്യാസങ്ങളൊന്നും, എല്ലാവരും സുഹൃത്തിനെ പോലെയാണ്. അപ്പോൾ അത്രയും സഹകരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ കുറഞ്ഞ കാലയളവിൽ ഇത്രയോളം നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റിയത്. ഈ നേട്ടങ്ങളൊന്നുമല്ല, നമ്മുടെ യാത്ര തുടരുന്നോട് പോവുകയാണ്. അപ്പോൾ അടുത്തൊരു 10 വർഷത്തിൽ ബിലീവേഴ്സ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്തായി തീരുമെന്ന് എനിക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇവിടുന്ന് ട്രെയിനായി പോകുന്ന ഓരോ റെസിഡൻസും എവിടേക്ക് എത്തും നമുക്ക് അറിഞ്ഞുകൂടാ. വലിയൊരു അലുമിനൈ ഗ്രൂപ്പും വലിയൊരു സ്റ്റാഫ് അലുമിനൈസും എല്ലാവരും നമുക്കുണ്ടാവും. അപ്പോൾ എണ്ണമില്ലാത്ത ഒരുപാട് പ്രൊഫഷണൽസിനെ സൃഷ്ടിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ബിലീവേഴ്സ് ചർച്ച് ഇനിയും വളരും. വീണ്ടും നമ്മുടെ ഹോസ്പിറ്റലിനെയും എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അതിന് പുറമെ സ്പെഷ്യൽ താങ്ക്സ് ടു ഓൾ എമർജൻസി ടീം to make this happen. Thank you so much. Thank you very much, dear Dr. Jiju sir. കഴിഞ്ഞ 8.5 വർഷത്തിലുള്ള ഞങ്ങളുടെ യാത്രയാണ് സർ ഒരു 20-25 മിനിറ്റ് കൊണ്ട് ഞങ്ങളെല്ലാവരെയും walk through the memory lane ആയിരുന്നു. Thank you so much for that wonderful speech. It is indeed a very joyful moment and very happy moment for us, and we are extremely proud to be at this juncture. Giving way to the formal function, I now seek your prayers to exit the stage and leave it open for the formal function. Thank you. To begin our program, let us all rise for our national anthem. सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. We now move forward with invoking blessings and peace through a prayer song. Please join me in welcoming the talented Miss Ansi for the prayer song. तेरी आराधना
याचना करूं, तेरी आराधना करूं। तू ही महान सर्वशक्तिमान, तू ही है मेरे जीवन का संगीत। हृदय की तार छेड़े झनकार, हृदय की तार छेड़े झनकार। तेरी आराधना है मधुर गीत, जीवन से मेरे तो महिमा पाए। एक ही कामना करूं, पाप क्षमा कर, जीवन दे दे। दया की याचना करूं, तेरी आराधना करूं। Thank you, Ms. Ansi, for that beautiful rendition. We are honored to have with us a respected figure whose leadership has guided the Believers Church Medical College Hospital to greater heights. Let us invite Reverend Father Sijo Pandapallil, Senate Member, Kerala University of Health Sciences, and Manager, Believers Church Medical College Hospital, to welcome the gathering. Good evening. What a joyful and momentous occasion at the Believers Church Hospital this evening. Today, we gather to celebrate a significant milestone, the declaration or inauguration of the Emergency Department Excellence Award by the NABH, a recognition of unparalleled commitment and service in the face of critical healthcare challenges. At Believers Hospital, our mission has always been to provide compassionate, competent, and critical care to those in need. The emergency department is often where the mission faces its toughest tests and where our remarkable staff demonstrate their true mettle. The Excellency Award received today symbolizes our commitment to not just maintaining but elevating the standards of emergency care. It is with great pride that we recognize the tireless efforts of our emergency care teams who, day in and day out, ensure that our community's most urgent medical needs are met with expertise, urgency, and profound empathy. This award and certification will actually honor those heroes who have shown extraordinary dedication and innovation in their field. It is my profound honor to extend a warm welcome to each one of you, and I take immense pleasure in welcoming the chief guest of the day, Lieutenant Governor of Delhi, His Excellency Sri Vinay Kumar Saxena. His Excellency was a chairman of Khadi and Village Industries Commission prior to taking up the present responsibility. If you are familiar with the name Khadi, it is because of His Excellency's leadership. He was instrumental in making Khadi the most recognizable and acceptable Indian brand worldwide. While holding the post of chairman of Khadi Commission, he implemented various projects that changed the lives of the poor and marginalized. And I could actually speak for hours about his achievements and the position that he holds. And he was one of the members of the National Committee to commemorate the 75th Independence Day celebration of our country, which is the committee is headed by the Prime Minister and with the former President and Prime Ministers of India. And he has been awarded or internationally felicitated by the UNESCO, UNICEF, and so on, so forth, so many organizations for outstanding contribution
to environment and protection and water security. And he was also the member nominated to elect Padma Award for 2021. And you need to be having such status to be a judge or in the panel to select Padma Award. So Honorable Governor was one of the members. And he's also a very good social enthusiast. He's a social crusader, I would say. And he is also a non-environmentalist and a water conservationist. Honorable Governor, your presence today not only dignifies this event, but also reinforces your dedication to this country and the service that you are giving to our nation. Thank you for being with us. With this word, on behalf of the Believers Eastern Church and Believers Hospital family, I wholeheartedly welcome the chief guest of the day, His Excellency Sri Vinay Kumar Saxena, Lieutenant Governor of Delhi, to this function. And our spiritual father need no introduction. Father of 4.5 million faithful believers of Believers Eastern Church. Author of over 300 books, heard by millions of people over radio and other social media channels. More and more, Athanasius Johann, the first Metropolitan of Believers Eastern Church, is the one who envisioned this hospital. The leadership and guidance of His Holiness have always been a beacon of light, guiding our paths towards spiritual growth and community service. We are grateful for the unwavering dedication and the love His Holiness extends towards each member of BCMCH family, which is Believers Hospital family. Your Holiness, your leadership not only nurtures our spiritual well-being, but also fosters a sense of togetherness and purpose among all of us. His Holiness is presiding over this function, and on behalf of BCMCH family, I take pleasure in welcoming our loving and caring spiritual father, Moramor Athanasius Johann, the first Metropolitan of Believers Eastern Church. Dr. George Chandy Matitra, former director of CMC Vellore, the prestigious BC Roy Award winner of our nation given by the President of India. Dr. Chandy is the director and CEO of our hospital, and I take privilege and honor in welcoming Dr. George Chandy. I actually missed welcoming Father Dr. Daniel Johnson first. Father Dr. Daniel Johnson is the Sabha Secretary of the Believers Eastern Church. He is the person that we all look up to for guidance and leadership. And also he is the Director for Missions for our hospital, and he is not a guest for our hospital. He has been here from the inspection of, from the beginning of this hospital, and we lovingly call him Dr. Rachan. And I take this opportunity to welcome Father Dr. Daniel Johnson to our midst. We also have the head of emergency department, under whose leadership we have achieved this great height, Dr. Lailu Matthews. And I take opportunity to welcome Dr. Lailu Matthew into our midst. And I welcome all my dear colleagues, sisters, priests, the department heads, associate directors, nursing staff, on all of us, and especially the emergency department doctors and staff, Dr. Jiju, Dr. Shami, and other people who are right here and working very hard, and all of you. I take this opportunity to welcome, and especially the team, along with the Honorable Governor. I take this opportunity to welcome each one of you, to Flemmy and others who are here. Thank you so much for being here this evening. I know it's a bit late, but thank you for being here this evening. Once again, welcome each one of you. Thank you. Thank you, Reverend Father Sijo, for these words of welcome. Now, let us take a moment to delve in the heart of today's event, the Emergency Medicine Excellence Award. To provide us with an insight into this prestigious award, I invite Professor Dr. George Chandy Matitra, former Director CMC Vellore, and currently the Director and CEO of Believers Church Medical College Hospital. He is a recipient of the renowned Dr. B.C. Roy Award, the highest honor given to medical fraternity in India. Your Excellency, the Lieutenant Governor of Delhi, Sri Vinay Kumar Saxena, sir. Metropolitan Moran Athanasius Johann, the first Metropolitan. Respected Sijo Achan, Daniel Achan. Our dear friends and partners,
Dr. Lailu, Jijo, Shami, and the whole team from emergency medicine. Sir, in the year 2014 is when we started, 10 years ago. So when we started, one of the very important tasks that was left to us was to start a very good emergency medicine department. So at that time, we looked around for people, and that is when we found that in all of India, the course in emergency medicine, despite the acute need that we had only 196 seats in the country for a population of 1.3 billion. When you compare with the US, they have 2,300 seats in the US with 57,000 board-certified emergency physicians. So we realized that our task was going to be very difficult and that we had to start our own course in case we wanted excellence. And around this area, we set ourselves the task, especially because road accidents and injury was the second largest cause for deaths in our country. We said we should work towards it, and we started a Masters in Emergency Medicine program with the help of the George Washington University. So in 2015, we had a soft launch, and 2017 onwards, we started this course with the George Washington University. And in 2018, we started the Believers Rapid Response Team, so that anywhere we get called, we'll have a team that will go. That stood well for us because COVID suddenly hit us the year after. At one time, we had about 400 patients out here as our own inpatients. The government of India was very kind to give us all the testing facilities, and we were able to start the vaccination program. We started the first drive-in program for vaccination, and we were able to reach out to large numbers of patients. And for that, I have to compliment our emergency physician team. 660 doctors died during that time. There were 150,000 deaths in our country. And we felt that if our emergency physicians were there all over, critical care people were all over, we could have done better, and therefore we are working towards that. So when last year we were awarded the best emergency medicine training site of the George Washington University, we were very excited. But just now, when we received the best award by the National Accreditation Board of Hospitals and Healthcare Providers as a Center of Excellence in Emergency Medicine, we were really delighted, and we are grateful to God for this privilege, and we're so thankful to you that you are here with us, and thankful to the team for all that they have done in developing this program here, which is a model for the rest of the country. Thank you, sir. Thank you, Professor Dr. George Chandi, sir, for setting the stage for this remarkable celebration. We are privileged to have our spiritual father, His Holiness Moran More Athanasius Johann I, Metropolitan of the Believers Eastern Church, with us. With utmost respect, may I request His Holiness to deliver the presidential address. Good afternoon or good evening. Honorable Lieutenant Governor of Delhi, His Excellency Sri Vinay Kumar Saxena, distinguished guests, and our beloved staff of the hospital. For me, it is such a privilege and honor to be here and find such joy within me for what you are doing and what we are doing to serve our country. And this award as recognition is so significant in this. Christ himself said, let your faith be not just abstract, but let it be seen. And I think Dr. Chandi's words of what we understand and what we do make serious significance. And this morning I was telling our archbishops and
Father Sijo. A few years ago, I had the opportunity to spend just half hour with our Prime Minister, Narendra Modi ji. And I forgot all the detailed conversations, whatever, but one thing I remember, the incredible compassion that beamed out of his eyes when we talked about the struggles of our people in the rural communities and how much he cared. And I was surprised by his emotions when he talked about that. And I never forgot the impact he made on me. And today I'm grateful for our government and his leadership and meeting His Excellency. I was just thinking in my mind, look like they all seems to have the same kind of body language and the spirit. And I'm truly grateful. And you know, Bible says something quite interesting about life. It says, by their fruit, you will know who they are. And looking at what's happening in our nation over these past few years and the unbelievable changes and help in the rural communities and all kind of things. I got massive statistics on that yesterday. I was reading, and I'm grateful, and I so very much appreciate for Your Excellency, your kindness to be with us, to be part of our journey. And may God bless all of us, and may God bless our nation. And that's my prayer, and thank you so much. Thank you, dear Metropolitan, for those inspiring words. Moving on, it is with great honor that we welcome His Excellency Sri Vinay Kumar Saxena, Honorable Lieutenant Governor of Delhi, to present the Emergency Medicine Excellence Award. This prestigious award will be received by Dr. Lailu Matthews, Head of Department, Emergency Medicine, Believers Church Medical College Hospital. Let's give a round of applause to our award recipients. To further mark this occasion, we will now have the ceremonial lamp lighting. May I request His Excellency, Honorable Lieutenant Governor of Delhi, Sri Vinay Kumar Saxena, sir, His Holiness Moranmore Athanasius Johann First Metropolitan, and other dignitaries to join us on stage for this auspicious moment. With the lamp of knowledge and excellence lit, we request His Excellency Sri Vinay Kumar Saxena, sir, Honorable Lieutenant Governor of Delhi, to deliver the inaugural address. Your Eminence, Metropolitan Moranmore Athanasius Johann I,
Father Sijo, Dr. George Chendi, Director CEO, Revered Bishops, doctors and staff of this esteemed institution, distinguished guests, ladies and gentlemen. It is a matter of privilege for me to be present at the ED Excellence Awards ceremony. I extend my heartfelt congratulations to the Believers Church Medical College Hospital for the Emergency Excellence certification that it has obtained from NABH. Distinguished guests, ladies and gentlemen, this recognition is testimony to the ideals of care, compassion, and healing that the Lord Jesus Christ stood for. Indeed, these are the driving ideals of the Believers' Church. It is gratifying that within a short span of just about 8 years, this hospital emergency department has received this certificate of excellence. It speaks volumes about the Believers' Church founded in 1994 and its fruitful journey of service and commitment to the state of Kerala and to the society at large. The Believers' Church and its medical college and hospital have traveled a significant journey since their inception and existence. Today, it stands as a beacon of excellence in the ministry of healing. Ladies and gentlemen, it is sacrosanct to have faith in the greatness of God, a faith that emerges out of kindness and concern of others. Lord Jesus Christ had taught, and I quote, "Love thy neighbor as you love thyself," unquote. It is important for all of us, irrespective of our belief, to embrace this teaching in letter and deed. To my mind, the Believers' Church and this medical institution has shown the way through its conduct of multifarious humanitarian activities. It has set an example for others to follow. It has fully exhibited faith in action. Its activities and services are in wholehearted consonance with the vision and mission of Lord and the Church. The Church has empowered people to break the burden of diseases and help them lead a life of human dignity and respect. Mother Teresa had once said, and I quote, "Not all of us can do great things, but we can do small things with great love," unquote. You have truly exemplified this thought. Ladies and gentlemen, every religion stands on the fundamental values of humanity. Forbearance, restraint, and acceptance are core principles of every faith. India prides itself in the pluralistic ideals. In India, several major religions have thrived due to its assimilation character. It is the synthesis achieved through this assimilation and adaptation that has come to define our civilization over the centuries. People professing different faiths have lived here in harmony for thousands of years. It is the mosaic of being multi-religious that makes our nation an oasis of peaceful coexistence and communal harmony. It is here that the Christian community is looked upon with respect for their peaceful and humanitarian nature and for their magnanimous contribution to the process of nation building. The fabric of our society would remain strong when every individual, irrespective of caste, creed, language, region, and religion, can live and partake in its progress without fear and prejudice. Distinguished guests, ladies and gentlemen, on this occasion, I would like to recall the words of great visionary William Carey, who had said, and I quote, "Accept great things from God and attempt great things for God," unquote. On this auspicious occasion, I urge the Believers' Church, Medical College, and Hospital to keep up the good work and continue making a difference to the lives of citizens. At the end, I once again compliment the hospital for getting this recognition of excellence in the emergency care and wish them the very best for their future. Thank you very much.
Thank you, Your Excellency, for those insightful words. As a token of our love and respect, may I request our most respected Metropolitan to honor His Excellency Sri Vinay Kumar Saxena with a memento. I now invite Reverend Father Dr. Daniel Johnson, Secretary General of the Believers Eastern Church, to deliver the vote of thanks. I shall make it very short. Respected His Holiness, His Excellency, all the distinguished guests, I stand before you today with the honor and delivering a vote of thanks on behalf of a 5,000-member hospital and medical college community, and a much larger 4.5 million faithful of the Believers Eastern Church here. We are deeply grateful to have you, Sir, Lieutenant Governor of Delhi, His Excellency Sri Vinay Kumar Saxena, as our chief guest for this special occasion. Sir, your journey has been nothing short of an inspiration. First corporate man ever to actually have this particular post. Whether it be the honey revolution, or empowering the potter community, or the Juto Chapalonka beauty parlor, raising the Khadi and village industry commissions to level which is completely unimaginable. You've done us all very, very, very proud as Indians. But I think most of all, I think what maybe our spiritual father will echo is that you are a man who raised an issue and wrote a letter to the then British Prime Minister, Mr. Gordon Brown, because our Bapuji's, that is our father of the nation's statue, was placed wrongly in Madame Tussauds, and he made it come back to the place where it was supposed to be, where it rightfully should be. And I think that is more than just an action, sir. We deeply appreciate all the initiatives you have taken for the betterment of our country. Thank you so much for being here as our guest. I would like to thank our spiritual father, Moran Morathnesius Johan, the first Metropolitan, for sparing his time for being with us today. I would also quickly want to thank everyone who made it possible, this event. Our Father Sujo Pandapulil, Dr. George Chandy sir, Dr. Lailu, the heroes of today, that's the emergency department staff, all of you here. Our entire admin team, our Sisters of Compassion, staff of the hospital, everyone, volunteers, and the audience, and the patients who have been here for making this a memorable event. In closing, may I request everyone to join with me in expressing our deepest gratitude to Lieutenant Governor of Delhi, His Excellency, with a round of applause. And thank you, sir, for being here once again. Thank you. And we have all had a wonderful time. Amen. Thank you, Reverend Father Dr. Daniel Johnson. A heartfelt thank you to all our esteemed guests, participants, and attendees for making this evening truly memorable. Let us conclude this event with a rendition of our national anthem. Jana Mana Adhinayak Jaya He Bharat Bhagya Vidhata Punjab Sindh Gujarat Maratha Dravida Utkala Vanga Vindhya Himachala Yamuna Ganga Uchchala Jaladhi Taranga तव शुभ नामे जागे तव शुभ आशीष मांगे
गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. Once again, thank you all for joining us in celebrating emergency medicine excellence. Let's continue to strive for excellence in saving lives and providing compassionate care. Have a wonderful evening ahead.